കൂട്ടുകാരി സുഗമോദേവിയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ നന്ദൻ നമ്മുടെ ദേവിക്കരികെ എത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെ. ഇന്നത്തെ ആ ഒരു പ്രമോല അത് തന്നെയായിരുന്നു. ഇന്നും പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നത്തേലും നമ്മുടെ ദേവിക്കരികെ നമ്മുടെ നന്ദൻ എത്തുന്നുണ്ട്. ദേവിയുടെ സംസാരങ്ങളൊക്കെ നമ്മുടെ നന്ദൻ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തോ സംശയത്തിൽ നമ്മുടെ നന്ദൻ ഇങ്ങനെ നോക്കുന്നതും ദേവി ഇങ്ങനെ ജനൽ തുറന്ന് നോക്കുന്നതും ദേവിയും കേൾക്കുന്നുണ്ട്. നമ്മുടെ നന്ദന്റെ സംസാരം ഫോണിൽ ഇങ്ങനെ സിദ്ധാർത്ഥന്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട്, ഇത് നന്ദന്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ദേവി ഇങ്ങനെ ജനാലെ തുറന്ന് നോക്കുകയും നന്ദൻ കറക്റ്റായിട്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്ന ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് പ്രമോൽ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ടും ഇപ്പോഴൊന്നും നമ്മുടെ ദേവി നന്ദനെ കാണാൻ പോകുന്നില്ല. നന്ദൻ വേറെ ആരെങ്കിലും ആയിരിക്കാം, വേറെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കാം തിരിഞ്ഞു നോക്കിയത്. ദേവിക നോക്കുമ്പോൾ നമ്മുടെ നന്ദൻ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടും ഉണ്ടാവും. അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ എപ്പിസോഡിൽ എന്തായാലും വരാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ ദേവി എസ്തപ്പാന്റെ ആൾക്കാരോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ദേവി ചെയ്ത് പുറത്തുവിടും, നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചതിലുള്ളത്? എന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചപ്പോൾ രക്ഷപ്പെടുത്താനാവില്ല, നിങ്ങൾ എന്നോട് ഇച്ചിരി കരുണ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മുടെ ദേവി അവരുടെ മുന്നിൽ ഇങ്ങനെ കേണുതാണ് കരയുന്നൊക്കെ കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതി നമ്മുടെ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ എവിടെ, അവൻ എന്താണ്, എവിടെയാണ്, വല്ല അപകടത്തിൽപ്പെട്ടു, ഒന്ന് പറ സിദ്ധു, ഞാനൊരു അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയും ഭയങ്കര സങ്കടത്തിൽ നമ്മുടെ സിദ്ധാർത്ഥനോട് നന്ദനെ പറ്റി ചോദിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ എസ്തപ്പാൻ ഇച്ചിരിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, ഇച്ചിരി ഒരു മനസാക്ഷിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദേവിയോട് ഇച്ചിരി ഒരു സിമ്പതിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ്തപ്പാൻ തന്നെ നമ്മുടെ ദേവിയെ രക്ഷിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ആയിരിക്കുമോ നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.